ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ കൽപ്പനയും ഗൗതമും കൂടിയും ആ വ്യൂ പോയിന്റിന് അരികിലേക്ക് എത്തിയപ്പോൾ അവിടെയുള്ള നാട്ടുകാരെല്ലാവരും കുറച്ചു മുമ്പ് അവിടെ നിന്ന് കാറിൽ കയറിപ്പോയ ആ ദമ്പതികളെ കുറിച്ച് പറഞ്ഞു. അത് കേട്ട് അവിടേക്ക് എത്തിയ കൽപ്പന ചോദിച്ചു, അല്ല നിങ്ങൾ ആരെക്കുറിച്ച് പറയുന്നത്? അല്ല, ഇപ്പൊ ഇവിടുന്ന് കാറിൽ കയറി പോയില്ലേ, അവരെ കുറിച്ച് തന്നെയാ പറയുന്നത്. ഇവിടെ വന്നപ്പോ മുതൽ എന്തൊരു ബഹളമാണെന്ന് അറിയുമോ രണ്ടുപേരും തമ്മിൽ. വല്ലാത്ത വഴുക്ക് തന്നെ. നിങ്ങളെ പോലെയുള്ള കുടുംബത്തിൽ വരുന്ന ആളുകൾ ഇവിടേക്ക് കുടുംബസമേതം ഇവിടുത്തെ കാഴ്ചകൾ കാണാനായി എത്തുമെന്നും അതുകൊണ്ട് വെറുതെ ഇവിടെ കിടന്ന് ബഹളം വെക്കരുതെന്ന് പറഞ്ഞപ്പോ അവർ ഞങ്ങളുടെ നേരെയും ചാടിയിട്ടാണ് പോയിരിക്കുന്നത്. ഇതുപോലെയുള്ളവരെയൊക്കെ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പോലും തോന്നുന്നില്ല എന്നൊക്കെ അവർ പരാതിപ്പെടുന്നത് കേട്ട് നാട്ടുകാരുടെ വാക്കുകൾ കേട്ട് ഗൗതവും കൽപ്പനയും പുഞ്ചിരിച്ചു. അപ്പുറത്ത് മാറി നിന്ന ബിജുവും പത്മിനിയും മുത്തശ്ശിയും ഒക്കെ ആകെ ടെൻഷനിലായി. അമ്മേ, കേട്ടില്ലേ അമ്മേ അവർ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ ജയഭാരതി മുത്തശ്ശി പറഞ്ഞു, അതെ, തൽക്കാലം അവര് പറയുന്നത് പോലെ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. എന്തായാലും കൽപ്പനെ, ഒരു കാര്യം ഞാൻ ഒന്ന് ഉറപ്പ് പറയുക, ഇന്ന് നിങ്ങൾ പറഞ്ഞ കാര്യമാണ് നടപ്പിലാകുന്നതെങ്കിൽ ഞാൻ ഇനി തിരിച്ച് കണിമംഗലത്തേക്ക് വരില്ല, അത് തീർച്ചയായും എന്ന് പറഞ്ഞ് മുത്തശ്ശിയും പത്മിനിയും കൂടി വേഗം കാറിനകത്തേക്ക് കയറി. കുഞ്ഞൂട്ടനും ബിജുക്കുട്ടനും വണ്ടി എടുക്കാനായി പോകാൻ തുടങ്ങുമ്പോൾ മുത്തശ്ശിയാകെ സങ്കടപ്പെട്ട് മാറി നിൽക്കുന്നത് കണ്ടപ്പോൾ ഗൗതം കൽപ്പനയോട് പറഞ്ഞു, നമ്മള് പ്രത്യേകിച്ചൊന്നും പറയേണ്ടി വന്നില്ല. അതിനു മുൻപ് തന്നെ അവർ തന്നെ അവരുടെ ഇപ്പോഴത്തെ ഇടപെടൽ എങ്ങനെയാണ് എന്ന് വീട്ടുകാരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഇവിടെയെല്ലാം തുടങ്ങിക്കഴിഞ്ഞല്ലോ എന്ന് ഗൗതം സന്തോഷത്തോടെ കൽപ്പനയോട് പറയുമ്പോൾ അത് കേട്ട് നിന്ന കൽപ്പന പറഞ്ഞു, ഇത്രയൊക്കെ കണിമംഗലത്ത് സംഭവിച്ചിട്ടും അച്ഛൻ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് മുത്തശ്ശി, ആ ജയഭാരതി മുത്തശ്ശി ആ വീട്ടിലുള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലായിരുന്നെങ്കിൽ ഒരിക്കലും അച്ഛൻ ഇങ്ങനെ പിടിച്ചു നിൽക്കാനാവില്ല. അതുകൊണ്ട് തന്നെ മുത്തശ്ശി തന്നെ നാടുവിടുകയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിൽ പരം സന്തോഷവും ഇതിൽ പരം വിജയവും നമുക്ക് വേറെ എന്താണ് എന്ന് പറഞ്ഞ് പുഞ്ചിരിക്കുന്നു കൽപ്പന. അതിനുശേഷം വരുണും പ്രിയങ്കയും കൂടി നേരെ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തി. അങ്ങനെ അവിടേക്ക് എത്തിയ ഉടനെ അവിടുത്തെ സെക്യൂരിറ്റികൾ വന്ന് വരുണോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. സാർ എന്താ ലേറ്റ് ആയത് എന്ന് ചോദിച്ചപ്പോ ഇടയ്ക്ക് ഞങ്ങള് ഒന്ന് രണ്ട് സ്ഥലത്ത് ഇറങ്ങി എന്ന് പറഞ്ഞത് ഒരു സെക്യൂരിറ്റി ചോദിച്ചു. അല്ലെങ്കിലും സാർ അങ്ങനെയാണല്ലോ, ഇവിടെ വന്നാലും ക്യാമറ എടുത്തോണ്ട് സാർ അങ്ങ് പോകുമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോ വരുൺ പുഞ്ചിരിച്ചു. അപ്പോഴാണ് അടുത്തയാൾ ചോദിച്ചത്, അല്ല മേഡം എന്താ ഇറങ്ങാത്തത്? അപ്പോഴേക്കും വരുൺ വേഗം പ്രിയങ്കയെ വിളിക്കാനായിട്ട് പോയി ഡോറ് തുറന്നു. ഈ സമയത്ത് കാറിന്റെ ഡിക്കിയിൽ നിന്ന് ലഗേജുകളൊക്കെ അവർ പുറത്തിറക്കി. അപ്പോഴാണ് പ്രിയങ്ക കാറിൽ നിന്ന് ഇറങ്ങിയതും വരുൺ പറഞ്ഞു, ദാ അവര് നമ്മുടെ സ്റ്റാഫുകളാണ്, നമ്മുടെ ഈ ഗസ്റ്റ് ഹൗസിലെ ജോലിക്കാർ. അതുകൊണ്ട് എന്താന്ന് എനിക്ക് മനസ്സിലായി എന്ന് പ്രിയങ്ക പറഞ്ഞു. ഞാൻ അവരുടെ മുന്നിലും അഭിനയിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് ഞാൻ അഭിനയിക്കാം. പക്ഷെ അതിന് എനിക്ക് ശമ്പളം തരേണ്ടി വരും. ചിലപ്പോ ദിവസക്കൂലി ആയിരിക്കും, അതല്ലെങ്കിൽ ചിലപ്പോ മണിക്കൂറിനനുസരിച്ചും തരേണ്ടി വരും എന്ന് പറഞ്ഞപ്പോ വരുൺ ശരിയെന്ന് പറഞ്ഞ് തല കുലുക്കിക്കൊണ്ട് നേരെ ആ സെക്യൂരിറ്റികളുടെ അരികിലേക്ക് ചെന്നു. അവരെ കണ്ടതും ഉടനെ തന്നെ വരുൺ അവരോട് സംസാരിക്കുന്നതിനിടയിൽ അവർ വിശേഷങ്ങളൊക്കെ വരുണോട് പങ്കുവെച്ചു. സാർ ഇവിടേക്ക് എത്തുമെന്ന് നേരത്തെ തന്നെ പരമേശ്വരൻ സാർ വിളിച്ചു പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ ഒരുക്കങ്ങളും റെഡിയാക്കിയിട്ടുണ്ട് സാർ എന്ന് പറഞ്ഞു. അപ്പോഴാണ് പ്രിയങ്ക അവരോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചത്. അവരുടെ വീട് എവിടെയാണെന്നും ഇവിടെ തന്നെ ഉണ്ടാവുമല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരാളുടെ വീട് ഇവിടെ അടുത്താണെന്നും മറ്റൊരാള് കുറച്ച് ദൂരെയാണ് എന്നുമൊക്കെ അവരും മറുപടി നൽകി. അതിനുശേഷം ചിരിച്ചുകൊണ്ട് പ്രിയങ്ക അകത്തേക്ക് പോകുമ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു, മേഡം നല്ല സ്വഭാവമാണല്ലോ, എല്ലാവരോടും വളരെ കെയറിങ് ആണല്ലേ എന്ന് പറഞ്ഞു അവർ സെക്യൂരിറ്റി രണ്ടുപേരും കൂടി അവരുടെ ലഗേജ് എല്ലാം എടുത്ത് നേരെ റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ പ്രിയങ്ക അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു നിന്നു. ഈ സമയത്ത് പ്രിയങ്ക വരുണിനോട് പറഞ്ഞു, അതെ, എല്ലാവരുടെയും മുന്നിൽ ഞാനിങ്ങനെ അഭിനയിക്കുന്നതിന് നിങ്ങൾ പറഞ്ഞ പ്രതിഫലം പോരെനിക്ക്. ഞാൻ ചോദിക്കുന്നത് നൽകണം. അത് മാത്രമല്ല, എനിക്ക് തരാമെന്ന് പറഞ്ഞ പണം തരാൻ ഇപ്പോഴും നിങ്ങൾ മടി കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചതും എത്രയും വേഗം ഈ അഭിനയം എനിക്ക് അവസാനിപ്പിക്കുകയും ചെയ്യണമെന്ന് വരുണിനോട് പ്രിയങ്ക പറയുന്നു. അതിനുശേഷം കാണുന്നത് ദേവനാരായണൻ തിരുമേനിയും വിവാഹത്തിന് വേണ്ടി പണം എങ്ങനെ സ്വരുക്കൂട്ടുമെന്ന ആശങ്കയിൽ അങ്ങനെ നിൽക്കുമ്പോൾ വേഗം തൻ്റെ ആ പെട്ടിക്കുള്ളിൽ വെച്ചിരുന്ന ആധാരം കയ്യിലെടുത്ത് നോക്കി. ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് എത്തിയ യശോദ ചോദിച്ചു, അല്ല ഇതെന്താ ഈ ആധാരമൊക്കെ എടുത്ത് നോക്കുന്നത് എന്നന്വേഷിച്ചപ്പോൾ യശോദയോട് ദേവനാരായണൻ പറഞ്ഞു, ഞാനേ ഇതാ പിള്ളേരുടെ അടുത്തൊന്ന് കൊണ്ടുവന്ന് കാണിച്ചു നോക്കാം, അയാൾക്ക്
എത്ര തരാൻ കഴിയുമെന്ന് നമുക്കൊന്ന് നോക്കാം. കാരണം വിവാഹം ഇനി ഉറപ്പിച്ചു കഴിഞ്ഞാൽ പണം വേണമല്ലോ. എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടപ്പിലാക്കണ്ടേ? അതിന് പണം ആവശ്യമല്ലേ എന്ന് പറഞ്ഞു. അല്ല, കണിമംഗലത്തുകാരെ പോലെ വലിയ സമ്പന്നർ നമ്മുടെ ബന്ധുവായിട്ടുണ്ടെങ്കിലും അവരോട് വിവാഹക്കാര്യത്തിന് പണം ചോദിക്കുന്നതൊക്കെ മോശമല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴാണ് യശോദ അവിടേക്ക് വന്ന് പറഞ്ഞത്, അതെ, വേറൊന്നുമല്ല, വരുണിനോട് ഈ കാര്യം തൽക്കാലം പറയണ്ട, വിവാഹമൊക്കെ ഉറപ്പിച്ചിട്ട് പറഞ്ഞാൽ മതി എന്നറിയിച്ചു. അത് കേട്ടതും ദേവനാരായണൻ ആകെ സംശയത്തോട് നോക്കുമ്പോൾ അവിടേക്ക് രാധികയും എത്തി. രാധിക വന്ന് നിൽക്കുന്ന കണ്ട് ദേവനാരായണൻ ചോദിച്ചു, അല്ല, എന്താ യശോദേ, താൻ ഇക്കാര്യം വരുണിനോട് പറയണ്ട എന്ന് പറഞ്ഞത്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോ യശോദ പറഞ്ഞു, വേറൊന്നുമല്ല, നമ്മള് പാവങ്ങളാണെന്നുള്ള കാര്യം അത് വരുണിന് അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് നമുക്ക് പണമില്ല എന്ന് അറിയാവുന്നതിനാൽ വിവാഹം നടത്താനായിട്ട് സാമ്പത്തികമായി വരുൺ നമ്മളെ സഹായിച്ചേക്കും. എന്നാൽ അത് കണിമംഗലത്തുള്ള മറ്റുള്ളവർക്ക് അത് ഇഷ്ടമായെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാധ്യത ഉള്ളത് കൊണ്ടാണ് തൽക്കാലം വരുണിനോട് ഇത് പറയണ്ടെന്ന് ഞാൻ പറഞ്ഞത് എന്നറിയിച്ചു. അപ്പോഴാണ് അവിടേക്ക് എത്തിയ രാധിക ചോദിച്ചത്, അച്ഛൻ ഈ ആധാരമായിട്ട് എവിടെ പോവാ എന്ന് ചോദിച്ചപ്പോൾ ഞാനൊന്ന് പിള്ളേരുടെ അടുത്ത് വരെ പോവുകയാണെന്ന് അറിയിച്ചു. എൻ്റെ വിവാഹം അതിപ്പോ വേണ്ട, ഇത് പണയപ്പെടുത്താനും പോവണ്ട. അച്ഛൻ ഇപ്പോ ഇതിനൊന്നും മുതിരണ്ട, എനിക്കിപ്പോ വിവാഹം വേണ്ട എന്ന് രാധിക അറിയിച്ചു. അത് കേട്ടതും ദേവനാരായണൻ പറഞ്ഞു, എനിക്കറിയാം മോളെ, നീ ഇങ്ങനെ പറയൂന്നും എനിക്കറിയാം. പക്ഷേ അച്ഛൻ്റെ കഷ്ടപ്പാടൊന്നും മോള് കാര്യമാക്കേണ്ടതില്ല. എന്നാണേലും എൻ്റെ മോളെ ഒരു നല്ല കുടുംബത്തേക്ക് പറഞ്ഞയക്കേണ്ടത് ഈ അച്ഛൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്. അതുകൊണ്ട് മോള് മറ്റൊന്നും ആലോചിക്കണ്ട. മോളിങ്ങനെ വിവാഹം വേണ്ട എന്ന് അച്ഛനോട് പറയാനുള്ള കാരണവും അച്ഛൻ പണം ഉണ്ടാക്കാനായി കഷ്ടപ്പെടുന്നത് കണ്ടിട്ടാണെന്നറിയാം. മോള് വിഷമിക്കണ്ട കേട്ടോ, അച്ഛൻ തന്നെ ഇത് തിരികെ എടുക്കും, അധികം വൈകാതെ തന്നെ എന്ന് പറഞ്ഞു ആ ആധാരവുമായി ദേവനാരായണൻ പോകുമ്പോൾ രാധിക വീണ്ടും ദേവനാരായണനെ തടയാനായി ശ്രമിക്കുന്നത് കണ്ട് യശോദ രാധികയെ തടഞ്ഞു നിർത്തി. വേണ്ട, അച്ഛൻ അതുമായി പൊക്കോട്ടെ, ഈ വിവാഹം നടക്കണം. അങ്ങനെ നടന്നാൽ മാത്രമേ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം സുരക്ഷിതമാകൂ. പ്രിയങ്കയുടെയും നിന്റെയും ജീവിതം സുരക്ഷിതമാകണമെന്നാണ് ഈ അമ്മയുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ മറ്റൊന്നും നീ മനസ്സിൽ കൊണ്ടു നടക്കണ്ട, മറ്റൊരു ചിന്തയും വേണ്ട. അച്ഛൻ അറിയാത്ത കാര്യമാണ് നമുക്കിടയിൽ മറച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കാരണം മനസ്സിലുള്ളത് കൊണ്ട് മറ്റൊരു ചിന്തയും നിന്റെ മനസ്സിലേക്ക് കടന്നു വരാൻ പാടില്ല. അന്ന് പ്രിയങ്കമോളുടെ വിവാഹം മുടങ്ങുമെന്ന ആ സാഹചര്യത്തിൽ ഞാൻ മോളോട് പറഞ്ഞിരുന്നോ, അച്ഛൻ ആ വാർത്ത അറിഞ്ഞാൽ തകർന്നു പോകുമെന്ന്. എന്നാൽ ഇപ്പോ ഞാൻ പറയുന്നത്, മോളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് അച്ഛൻ അറിഞ്ഞാൽ, ഈ വിവാഹം നടക്കില്ല എന്ന് അച്ഛൻ അറിഞ്ഞാൽ പിന്നെ ഞാനത് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ എന്ന് രാധികയോട് യശോദ അറിയിച്ചതും ആകെ വിഷമത്തോടെ രാധിക നിന്നു. യശോദ അത് പറഞ്ഞ് റൂമിൽ നിന്ന് പോയപ്പോൾ രാധിക ആകെ നിരാശയിലായി. പിന്നീട് കാണുന്നത് വരുൺ ഗസ്റ്റ് ഹൗസിലെ റൂമിലിരുന്നുകൊണ്ട് ആദ്യമായി രാധികയെ താൻ കണ്ടതും രാധികയോട് സംസാരിച്ചതും പിന്നീട് രാധിക പറഞ്ഞ മറുപടികളും അതിനുശേഷം രാധികയോട് തന്റെ ഇഷ്ടം പറഞ്ഞതും പിന്നെ രാധിക ക്ഷേത്രത്തിൽ വെച്ച് തന്നെ കണ്ടതുമായിട്ടുള്ള ഓരോ രംഗങ്ങൾ വരുണിന്റെ മനസ്സിലേക്ക് വന്നു. വരുൺ അതെല്ലാം ആലോചിച്ച് അങ്ങനെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് റൂമിലിരിക്കുമ്പോൾ അവിടേക്ക് പ്രിയങ്ക എത്തി. വരുൺ എന്ന വിളി കേട്ടതും വരുണിന്റെ ആ സന്തോഷമെല്ലാം കെട്ടടങ്ങി. വരുൺ പ്രിയങ്കയെ കണ്ടതും ചിരിയെല്ലാം അവസാനിപ്പിച്ചത് കണ്ട് പ്രിയങ്ക ചോദിച്ചു, അല്ല, ഞാൻ വരുന്നത് കണ്ടിട്ടായിരിക്കും ചിരിയും കളിയൊക്കെ അവസാനിപ്പിച്ചത് എന്ന് പറഞ്ഞപ്പോൾ വരുൺ പറഞ്ഞു, അതെ, ഇങ്ങനെയുള്ള സന്തോഷ നിമിഷങ്ങൾ ഇതുപോലെ നശിപ്പിക്കാനായിട്ട് തന്നെ പോലെയുള്ളവർ കടന്നു വരുമല്ലോ എന്ന് വരുൺ ദേഷ്യപ്പെടുമ്പോൾ അത് കേട്ട പ്രിയങ്ക പറഞ്ഞു, അതെ, എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, ഞാൻ മടുത്തു, ഈ ഒരു അഭിനയം എനിക്കിനി വയ്യ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇക്കാര്യത്തിനൊരു തീരുമാനം നിങ്ങൾ ഉണ്ടാക്കിയിരിക്കണം. നിങ്ങളുടെ അച്ഛനോടും വീട്ടുകാരോടും ഒക്കെ പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രശ്നത്തിന് സമാധാനം ഉണ്ടാക്കണം. ഞാനിനി അധിക നാൾ ഈ അഭിനയമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വരുണിനോട് പ്രിയങ്ക അറിയിച്ചു. അത് കേട്ടതും വരുൺ വേഗം അവിടേക്ക് വന്ന് പ്രിയങ്കയോട് പറഞ്ഞു, എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ അച്ഛൻ്റെ ഈ ഹെൽത്ത് കണ്ടീഷൻ ഒന്ന് മാറണം. ആ ഹെൽത്ത് കണ്ടീഷൻ ഒന്ന് ഓക്കെ ആകുന്നത് വരെ മറ്റൊന്നും ഞാൻ ആലോചിക്കില്ല എന്ന് പറഞ്ഞു. അത് അത്രയും നാൾ മാത്രം ഞാൻ നിന്നെ സഹിക്കുന്നുള്ളൂ, അതിനുശേഷം നീ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പോൾ പ്രിയങ്ക പറഞ്ഞു, അതെ, നിങ്ങളുടെ അച്ഛനും നിങ്ങളുടെ വീട്ടുകാർക്കും ഒന്നും യാതൊരു വേദനയും സങ്കടമൊന്നും ഉണ്ടാകരുത്. അതാണ് നിങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി മറ്റുള്ളവരെ എത്ര വേണമെങ്കിലും വേദനിപ്പിക്കാം അല്ലേ എന്ന് പറയുമ്പോൾ
പുറത്തുണ്ടായിരുന്ന ഗൗതം പതിയെ അവരുടെ റൂമിനരികിലേക്ക് എത്തി. അവിടെയുള്ള ആ ചെറിയ കിളിവാതിലിലൂടെ അകത്ത് വരുണും പ്രിയങ്കയും തമ്മിലുള്ള അടി കൃത്യമായി ഗൗതം കാണുന്നു. പ്രിയങ്ക പറഞ്ഞു, എന്തായാലും നാളെ തന്നെ ഞാൻ ഈ സത്യാവസ്ഥ എല്ലാവർക്കും മുന്നേ വെളിപ്പെടുത്താൻ പോവാണ്. എനിക്കിനി വയ്യ ഇങ്ങനെ ഒരു മരണത്തെ ചുമന്നുകൊണ്ട് നടക്കാൻ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു സമാധാനം ഉണ്ടാക്കണം എനിക്ക് എന്ന് പറഞ്ഞപ്പോ പ്രിയങ്കയോട് വരുൺ പറഞ്ഞു, നീ എങ്ങാനും പറഞ്ഞാലുണ്ടല്ലോ നിന്നെ ഞാൻ കൊല്ലും. അത് കേട്ടതും ദേഷ്യത്തോടെ വരുണിന് നേരെ തിരിഞ്ഞ് പ്രിയങ്ക ചോദിച്ചു, കൊല്ലുവോ? എന്നെ കൊല്ലുവോ? എന്നാ കൊല്ല് എന്ന് പറഞ്ഞ് പ്രിയങ്ക അവിടെ ഇരുന്ന സാധനങ്ങൾ വലിച്ചെറിയുകയും അതിനുശേഷം വരുണിന്റെ അരികിലേക്ക് വന്ന് വരുണിനെ തള്ളി മാറ്റി വരുണിന്റെ കൈ തന്റെ കഴുത്തിന് നേരെ പിടിപ്പിക്കുന്നു. കൊല്ല് കൊല്ല് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ അവരുടെ ആ വഴക്കെല്ലാം തന്റെ മൊബൈലിൽ പകർത്തിയെടുക്കാനായിട്ട് ആ വീഡിയോ ആ മൊബൈലിനകത്ത് പകർത്തിയെടുക്കാൻ ഗൗതം വല്ലാതെ പ്രയാസപ്പെട്ടു. ഗൗതം എത്ര ശ്രമിച്ചിട്ടും ക്യാമറ ആ നിമിഷം ഓൺ ആകാതിരുന്നതിനാൽ ഒരു വിധത്തിൽ ക്യാമറ ഓൺ ചെയ്ത് വരുണിന്റെ റൂമിന് നേരെ പിടിക്കുമ്പോൾ അവിടെ വരുണും പ്രിയങ്കയും തമ്മിലുള്ള ബഹളം ആ ക്യാമറ ഷൂട്ട് ചെയ്യുന്നത് അപ്പുറത്തുകൂടി നടന്നു വരുന്ന പത്മിനിയും മുത്തശ്ശിയും കാണുന്നു. അവിടെ വരുണിന്റെ റൂമിനരികിൽ നിന്ന് ഗൗതം മൊബൈലിൽ ആ വീഡിയോ പകർത്തിയെടുക്കുന്ന കാഴ്ച കണ്ടതോടെ മുത്തശ്ശിയും പത്മിനിയും മിണ്ടാതെ ചെന്ന് അവിടെ നിന്ന് ഗൗതമിനെ അടിച്ച് ഗൗതമിന്റെ കരണം നോക്കി തല്ലുകയും അതിനുശേഷം പിടിച്ചു വലിച്ചുകൊണ്ട് നേരെ ഉർവശിയുടെ റൂമിലേക്ക് കൊണ്ടുവന്നു. അവിടെ വന്നും വീണ്ടും ഗൗതമിനെ മുത്തശ്ശി തല്ലി. ഇത് കണ്ടതോടെ ഉർവശി ചോദിച്ചു, എന്താ പ്രശ്നം? എന്തിനാ വെറുതെ ഗൗതമിനെ തല്ലുന്നത്? അത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു, എത്രയും വേഗം ഇവന് ചന്ദ്രശേഖരനോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഇവനെ കൊണ്ട് ഒരു പെണ്ണ് കെട്ടിക്കണം. അല്ലെങ്കിലുണ്ടല്ലോ നാട്ടുകാരുടെ എല്ലാം കിടപ്പുമുറിയിൽ ഒളിഞ്ഞു നോക്കി എന്ന് പറഞ്ഞ് ഇവന്റെ കരണം അടിച്ചു പോയിക്കുന്നത് മറ്റുള്ള നാട്ടുകാരെ തല്ല് വാങ്ങിച്ച് മകം കൂട്ടുന്നത് നീ കാണേണ്ടി വരും എന്ന് പറഞ്ഞതും ഉർവശി ചോദിച്ചു, എന്താടാ അമ്മയൊക്കെ പറയുന്നത്? അപ്പോഴേക്കും ഗൗതം പറഞ്ഞു, അമ്മേ, ഞാൻ അവിടെ വരുണിന്റെ റൂമിനരികിലൂടെ പോയതാണ്. ആ സമയത്ത് അവർ തമ്മിൽ അടിയുണ്ടാക്കുന്ന ശബ്ദം കേട്ടു. അത് ഞാൻ എന്നെ മൊബൈലിൽ പകർത്തിയെടുത്ത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാനായി ശ്രമിച്ചതാണ് എന്ന് പറഞ്ഞപ്പോ പത്മിനി പറഞ്ഞു, അതെ, നമ്മളാരും ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ള വിവരം വരുണിനെ അറിയിക്കാതെ അവർ തമ്മിലുള്ള വഴക്ക് നേരിൽ കാണാനായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എന്നാ ഇനിയിപ്പോ അത് വേണ്ട. എല്ലാ സത്യവും ഇപ്പൊ തന്നെ വരുണിനോട് ഞാൻ പോയി പറയാൻ പോവാ എന്ന് പറഞ്ഞ് മുത്തശ്ശി പോകാൻ തുടങ്ങുമ്പോ ഉടനെ കൽപ്പന പറഞ്ഞു, മുത്തശ്ശി ഒരു മിനിറ്റ്, എന്തിനാണ് ഗൗതം ഫോട്ടോ എടുക്കാൻ പോയെന്ന് പറഞ്ഞില്ലേ? ഗൗതമിന്റെ ക്യാമറയിൽ എന്താണ് തെളിഞ്ഞിട്ടുള്ളതെന്നും നമുക്ക് നോക്കാം. അപ്പോ ഗൗതം ആ ക്യാമറയിൽ എന്താ വന്നതെന്ന് കാണിച്ചു കൊടുക്ക എന്ന് പറഞ്ഞു. ഗൗതം അത് തപ്പിക്കൊണ്ടിരിക്കുമ്പോ വേഗം ഗൗതമിന്റെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങി കൽപ്പന ആ വീഡിയോ എടുത്തു. എന്നിട്ട് ആ വീഡിയോ ഓപ്പൺ ചെയ്ത് വേഗം അവർക്ക് നേരെ കാട്ടി. ഇതാണ് ആ വീഡിയോ എന്ന് പറഞ്ഞ് കൽപ്പന അവരുടെ നേരെ കാട്ടുമ്പോൾ അതിൽ വരുണും പ്രിയങ്കയും വളരെ സ്നേഹത്തോടെ പെരുമാറുന്നത് പോലെയുള്ള വീഡിയോ, രണ്ടുപേരും കൂടി അടുത്തിടപഴകുന്ന വീഡിയോ എന്ന രീതിയിൽ ആ കാഴ്ച കണ്ടു. വരുണിന്റെ കൈ തന്റെ കഴുത്തിലേക്ക് ബലമായി പ്രിയങ്ക പിടിപ്പിക്കുന്ന ആ നിമിഷമായിരുന്നു ഗൗതം ആ വീഡിയോയിൽ പകർത്തിയെടുത്തത്. അത് കണ്ടതോടെ മുത്തശ്ശി ചോദിച്ചു, ഇതാണോ അവർ തമ്മിൽ അടിയുണ്ടാക്കുന്നെന്ന് പറഞ്ഞത്? ഇതാണോടാ നീ ഞങ്ങളെ കാണിക്കാൻ കൊണ്ടുവന്നത്? അപ്പോഴേക്കും ബിജു പറഞ്ഞു, അല്ല, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഒരു റൂമിൽ കിട്ടുമ്പോഴല്ലേ അവർ പരസ്പരം സ്നേഹിക്കുന്നത്. അയ്യോ, അതും വീഡിയോ എടുക്കാൻ നടക്കുവാണോ എന്ന് ചോദിച്ചപ്പോ ഉടനെ പത്മിനി പറഞ്ഞു, ഉർവശി, നിന്റെ ഈ മകന്റെ പ്രവൃത്തി ഉണ്ടല്ലോ, അതൊരിക്കലും ക്ഷമിക്കാൻ കഴിയുന്നതല്ല. ഉടനെ മുത്തശ്ശി പറഞ്ഞു, അതെ, ഇനി ഇവരിങ്ങനെയുള്ള സ്വഭാവമാണ് ഇവിടെ കാഴ്ചവെക്കുന്നതെങ്കിലേ ഇനി മേല ഇവനെ കുടുംബത്തിൽ ഞാൻ കേട്ടില്ല, അതോർത്തോ എന്ന് പറഞ്ഞ് ഗൗതമിന്റെ സ്വഭാവത്തെക്കുറിച്ച് മുത്തശ്ശിയും മറ്റെല്ലാവരും മോശമായി ഗൗതമിനെ മുന്നിൽ നിർത്തി എല്ലാവരോടും പറഞ്ഞതിന് ശേഷം അവർ അവിടെ നിന്ന് പോകുമ്പോൾ ആകെ നാണം കെടുത്ത് നിന്ന ഉർവശി പറഞ്ഞു, എടാ, നീ കാരണം എന്ന് നാണക്കേട് മാത്രമാണല്ലോടാ എനിക്ക്. നിനക്ക് കൃത്യമായി തന്നെ ആ വീഡിയോ ഒന്ന് എടുത്തുകൂടായിരുന്നോ? അതും എന്ത് ചെയ്താലും അതെല്ലാം ഈ രീതിയിലാണല്ലോ സംഭവിക്കുന്നതെന്ന് പറഞ്ഞപ്പോ ഉടനെ കൽപ്പന ഗൗതമിനോട് പറഞ്ഞു, സാരമില്ല, നീ ഒരു വീഡിയോ എടുക്കാൻ ശ്രമിച്ചു, അത് പാളിപ്പോയി. എന്തായാലും ഇനിയും നമുക്ക് അവസരം കിട്ടും, അവരിവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഗൗതമിനെ കൽപ്പന സമാധാനപ്പെടുത്തി. അതിനുശേഷം കൽപ്പനയും ഗൗതമും കൂടി പുറത്തു വെച്ച് കണ്ടുമുട്ടുന്നു. ഗൗതം ആകെ ദേഷ്യത്തിലങ്ങ് നിൽക്കുന്നത് കണ്ട് കൽപ്പന പറഞ്ഞു, ഗൗതം, നമ്മുടെ ലക്ഷ്യം ഇതല്ല. നമ്മളിവിടേക്ക് വന്നത് എന്തിനാണെന്ന് നിനക്കറിയാവല്ലോ. അതിന് പുറമെയാണ് വരുണിന്റെയും പ്രിയങ്കയുടെയും കാര്യം. പ്രധാന ലക്ഷ്യം സൂര്യൻ നാളെ അസ്തമിക്കണം, അതാണ് വേണ്ടത്.
ഈ കത്തിജ്വലിച്ചു നിൽക്കുന്ന സൂര്യദേവന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് എൻ്റെ ജീവിതത്തിൽ തളർന്നു കിടക്കുന്ന ആ സൂര്യനുണ്ടല്ലോ, ആ സൂര്യന്റെ കാര്യമാണ് ഞാൻ അറിയിച്ചത്. നാളെ സൂര്യയുമായിട്ട് പുറത്തു ഞാൻ പോകും. ഇന്നത്തെ ദിവസം സൂര്യ ഈ കൽപ്പനയുടെ മാറ്റം തിരിച്ചറിയും. കൽപ്പന എന്ന് പറയുന്ന ഭാര്യയുടെ സ്നേഹം എന്താണെങ്കിലും സൂര്യ മനസ്സിലാക്കും. അങ്ങനെ ഈ കൽപ്പനയിൽ സ്വഭാവത്തിന് മാറ്റമുണ്ടായെന്നും കൽപ്പന നന്നായി തുടങ്ങിയെന്നുള്ള ധാരണ സൂര്യയുടെ മനസ്സിലുണ്ടാക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നാളെ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റാരും എന്നെ സംശയിക്കില്ലല്ലോ എന്ന് കൽപ്പന പറയുമ്പോൾ ഗൗതം പറഞ്ഞു, നാളത്തേക്കുള്ള എല്ലാം ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, നീ ധൈര്യമായിട്ടിരിക്കെ, നാളെ സൂര്യ പുറത്തു കിട്ടാനുള്ള താമസം മാത്രമേ ഉള്ളൂ എന്നറിയിച്ചു. എന്നാൽ ശരി, ഞാൻ പോട്ടെ, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് കൽപ്പന പോകാൻ തുടങ്ങുമ്പോൾ ഗൗതം കൽപ്പനയെ അവിടെ പിടിച്ചു നിർത്തുന്നു. അങ്ങനെ അങ്ങ് പോയാലോ എന്ന് പറഞ്ഞ് കൽപ്പനയുടെ മുഖമൊക്കെ അങ്ങനെ തലോടുമ്പോൾ കൽപ്പന ഗൗതമിനോട് അറിയിച്ചു, അതെ, തലയിലെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഭാരം ഒന്ന് ഒഴിവായിക്കോട്ടെ, അതിനുശേഷം ഒരു പഞ്ഞിക്കെട്ട് പോലെ, ഒരു അപ്പൂപ്പൻ താടി പോലെ നിന്റെ നെഞ്ചിലേക്ക് അങ്ങനെ ചേർന്ന് കിടക്കണം എനിക്ക് എന്ന് കൽപ്പന ഗൗതമിനോട് പറഞ്ഞ് സന്തോഷത്തോടെ ഗൗതമിന്റെ അരികിൽ നിന്ന് കൽപ്പന പോകുന്നു. ഗൗതം കൽപ്പനയെ തന്നെ അങ്ങനെ നോക്കി നിന്നു.